ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെയ്ച്ചോർ ചിക്കൻ കറി കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുകൂട്ടൊരു പാത്രം വെക്കാം. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട് നമ്മളിവിടെ. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 ടേബിൾ സ്പൂൺ കടുക് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 മീഡിയം സൈസ് സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതോടൊപ്പം നമ്മളിവിടെ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ സവാളയുടെ ആ ഒരു നിറമൊക്കെ മാറി ഒരു സോഫ്റ്റ് നിറത്തിൽ ഒരു ട്രാൻസ്പെറന്റ് ലുക്കിൽ കിട്ടും. ആ ഒരു സ്റ്റേജ് ആകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പറയുന്ന അളവുകളെല്ലാം 1 കിലോ ചിക്കൻ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള അളവുകളാണ്. നിങ്ങളുടെ ചിക്കൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ പൊടികൾക്കെല്ലാം മാറ്റം വരുത്താവുന്നതാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതോടൊപ്പം നമ്മളൊരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ വേറെ എരിവിന് വേണ്ടിയിട്ട് വേറെ മുളക് പൊടി ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ കാശ്മീരി ചില്ലി മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മസാലപ്പൊടികളൊക്കെ കറക്റ്റായിട്ട് കുക്കായി കിട്ടും. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ഒരു ഗ്രേവിയുടെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒത്തിരി ചെറിയ പീസുകളായിട്ടല്ല, ഒരു നോർമൽ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസുകളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് ഈ ഗ്രേവിയുടെ ആ ഒരു എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിവിടെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ ഓപ്പൺ ആക്കി വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്താൽ മതി. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലേക്കൊക്കെ പിടിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി കറക്റ്റായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. നെയ്ച്ചോറ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 4 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മളിവിടെ ഒരു 3 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു 7-8 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള നമ്മൾ ഇതുകൂട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുകൂട്ടൊരു വലിയൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു പാത്രം വെക്കാം. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ വെജിറ്റബിൾ ഗീ ആണ് ഒഴിക്കുന്നത്. നമ്മളിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗീ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഗീ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ബേ ലീവ്സും കുരുമുളകും ഏലക്കായും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 1-1.5 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
സവാള ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഈ സവാളയൊക്കെ ഒന്ന് വാടി നല്ലൊരു ഗോൾഡൻ നിറമാകണം. അപ്പോൾ അതുവരെ ആകുന്നതാണ് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ നിറം, ഒരു ലൈറ്റ് ഗോൾഡൻ നിറമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ വെള്ളം ആഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അതായത് നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം 6 കപ്പ് വെള്ളം നമ്മളിവിടെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ അരി അളന്നെടുത്ത സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളവും അളന്നൊഴിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഇടുന്ന ഉപ്പിനെക്കാട്ടിൽ ഒരല്പം മുന്നോട്ട് നിൽക്കുന്നത് പോലെ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ അരിയൊക്കെ കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഇതിൻ്റെ കവറൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഇനി അരി വേവാനുണ്ടെന്നും എല്ലാം നമുക്കറിയാൻ പറ്റും. ഏകദേശം ഒരു 7-8 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ അരി കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇപ്പം നമ്മുടെ നെയ്ച്ചോറിലെ വെള്ളമൊക്കെ പറ്റി നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കൊരു അലൂമിനിയം ഫോയിൽ വെച്ച് ഇത് കവർ ചെയ്യാം. നമ്മുടെ സ്റ്റൗവൊക്കെ നമ്മൾ ഓൾറെഡി ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് കവർ ചെയ്ത് ജസ്റ്റ് വെക്കുമ്പോഴേക്കും നമുക്ക് ബാക്കി വേവാനുള്ളതെല്ലാം ഇതിൻ്റെ അകത്തിരുന്ന് വെന്തോളും. അലൂമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ കവർ വെച്ച് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ കറക്റ്റായിട്ട് ഇത് എയർ ടൈറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തിരുന്നോളും. നമ്മളിവിടെ നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു പിടി സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പിടി ഉണക്കമുന്തിരി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് കാഷ്യൂനട്ട് കൂടി നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാളയുടെ ഫ്രൈ ഒക്കെ കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ സവാള ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ ഇതിനൊരു ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിയും നമ്മുടെ കാഷ്യൂനട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ മല്ലിയിലയും എല്ലാം ഇട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ നെയ്ച്ചോറ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളൊരു സിമ്പിൾ സൈഡ് ഡിഷ് കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അതും കൂടെ ഉണ്ടാക്കിയാൽ നമ്മുടെ ഈ നെയ്ച്ചോറിനും ബീഫിനും ഒക്കെ കറക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടെ കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു 2 പച്ചമുളക് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും നമ്മളിതിന് യൂസ് ചെയ്യുന്നില്ല. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും തക്കാളി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിന്ന് അടിച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത് കറക്റ്റായിട്ട് നമ്മുടെ മന്തിയുടെ കൂടെയും നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.